ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഇവിടെ ദീപാവലിയുടെ ആദ്യത്തെ ദിവസമാണ്. അതായത് ധൻതേരസ് എന്ന് പറയും ഇതിന്. ഇത് വളരെ മഹത്വപൂർണമായ ഒരു ദിവസമാണ്. ഇതിൽ നമ്മൾ നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് 5 വിളക്ക് കത്തിക്കും. അതായത് ചിരാത് ഉണ്ടല്ലോ, അത് കത്തിക്കും. അങ്ങനെ ഇന്നാണല്ലോ നമ്മൾ എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റിച്ച് അതൊക്കെ വാങ്ങിക്കും. എന്താ വെച്ചാൽ അധികം പർച്ചേസിങ് നടക്കുന്നത് ഈ ദിവസത്തിലാണ്. എല്ലാ ദിക്കിലും എന്തൊരു റഷായിരുന്നു അറിയോ. അപ്പോൾ ഭയങ്കര റഷായിരുന്നു എല്ലാ ദിക്കിലും. അപ്പോൾ നമ്മൾ എല്ലാ സാധനവും വാങ്ങിക്കും, വീട്ടിലേക്കുള്ളതും പിന്നെ തുണികളും. പണ്ടൊക്കെ സ്വർണ്ണമായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ സ്വർണ്ണത്തിന് ഭയങ്കര വിലയായി. എന്നാലും ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് സ്വർണ്ണം, വെള്ളി, അല്ലെങ്കിൽ സ്റ്റീല്, എന്തെങ്കിലും സാധനം വീട്ടിലേക്ക് ആ ഒരു വർഷം മുഴുവൻ നമുക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും. അതൊക്കെയാണ് ഈ ധൻതേരസിൻ്റെ പ്രത്യേകത കേട്ടോ. അതുകൂടാതെ നമ്മൾ ഈ ധൻതേരസിൽ ധനത്തിൻ്റെ ഒരു പോട്ട്ലി ഉണ്ടാക്കും. പോട്ട്ലി എന്ന് പറഞ്ഞാൽ ഒരു കിഴി. ഓക്കെ, അപ്പോൾ അത് വളരെ മഹത്വപൂർണ്ണമാണ് നമ്മുടെ ദീപാവലിയുടെ പൂജയ്ക്ക്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഒരു ചുവന്ന പട്ടെടുക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ പട്ടുകളാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചുവന്ന തുണി എടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മളൊരു ഇങ്ങനെ ഇതുണ്ടല്ലോ, ഇതിനെന്താ നമ്മൾ പറയുക, കവടി അല്ലേ, അത് വയ്ക്കും. ഓക്കെ, അതുകൂടാണ്ട് ഇത് സുപ്പാരിയാണ്. അത് നമ്മുടെ അടയ്ക്ക. പിന്നെ ഇത് കമൽക്കട്ട എന്ന് പറയും, അതൊരു സാധനം വെക്കണം. ഓക്കെ, പിന്നെ നമ്മൾ 5 ചെറിയ ഗ്രീൻ കാർഡമൻ ഉണ്ടല്ലോ, എന്താ പറയുക, ഏലക്ക. 5 നമ്മൾ ഏലക്ക ഇതിൽ വെക്കണം. പിന്നെ അതുകൂടാണ്ട് 5 നമ്മൾ ഈ പറയുന്ന ലോങ്ങ എന്ന് പറയില്ലേ നമ്മൾ, അതായത് ഗ്രാമ്പു, അത് 5 ഈ ഫ്ലവർ ഉള്ളത് വേണം വെക്കാൻ കേട്ടോ. അതും ഇതിൽ നമ്മൾ വെക്കുക. അതുകൂടാണ്ട് ഒരു കറുവാപ്പട്ട വെക്കണം. ഓക്കെ, അതുകൂടാതെ മഞ്ഞൾ, ഒരു കഷ്ണം ഉണങ്ങിയ മഞ്ഞൾ, അതും വെക്കണം. ഓക്കെ, പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഒരു നാണയം വെക്കണം. അതുകൂടാതെ നമ്മൾ ഒരു നോട്ടും വെക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 100 രൂപയുടെ നോട്ട് വെച്ചു. ഓക്കെ, അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ അരി ഇടണം. ഓക്കെ, കുറച്ച് അരി ഇടണം. അതിന് ശേഷം നമ്മൾ കുറച്ച് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടുകാണ് കേട്ടോ. ഇത് യെല്ലോ കടുകാണ്. നമ്മുടെ അവിടെ ഇത്ര അധികം ഉപയോഗിക്കലില്ല, പക്ഷേ ഇവിടങ്ങളിൽ ഇത് അച്ചാറിനും പിന്നെ ഭയങ്കര ഓഷ്പീസസ് ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് നമ്മളിതിന് വിചാരിക്കുന്നത്. അതും കുറച്ച് ഇതിലിടുക. അതുകൂടാതെ നമ്മൾ നമ്മുടെ ഇതിന് ഒരു കേടും വരരുത്, ഒരു കൊല്ലം നമുക്കിതിന് വെക്കണം. അതുകൊണ്ട് നമ്മളിതിൽ ഒരു 5 കർപ്പൂരം, ഓക്കെ, 5 കർപ്പൂരം കൂടി നമ്മളിതിലിടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിട്ടത് ഒന്നും കൂടി നോക്കാം. ഇങ്ങനെ കവടി ഇട്ടിട്ടുണ്ട്. 5 ഇട്ടുകയാണെങ്കിൽ 5 ഇടാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ 2 ഇട്ടു. പിന്നെ ഇത് കമൽക്കട്ട എന്ന് പറയും. പിന്നെ ഇത് നമ്മുടെ അടയ്ക്ക, 1 രൂപയുടെ കോയിൻ, 100 രൂപ 500 രൂപ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം കേട്ടോ. അതുകൂടാണ്ട് മഞ്ഞൾ, പിന്നെ നമ്മുടെ പച്ച ഏലക്ക 5 അതുമാതിരി നമ്മുടെ ഗ്രാമ്പു 5, പിന്നെ കുറച്ച് അരി, കുറച്ച് മഞ്ഞ എന്താ പറയുക, മഞ്ഞ കടുക്. അതുകൂടാണ്ട് നമുക്കിതിൽ കുറച്ച് ഇതും കൂടി ഇടണം കേട്ടോ. എന്താ പറയുക, കുറച്ച് എന്താ പറയുക, മല്ലിയും കൂടി കുറച്ച് ഇടണം. മല്ലി നമ്മുടെ ലക്ഷ്മിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സാധനമാണ്. ഓക്കെ, ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഇന്ന് ധൻതേരസാണ്. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് നമ്മുടെ അമ്പലത്തിൽ, അതായത് നമ്മുടെ വീട്ടിലത്തെ പൂജാമുറിയിൽ നമ്മൾ പൂജിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് 5 ദിവസം ആ പൂജാമുറിയിൽ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് കിട്ടും നമുക്ക്. ഇവിടെ കലൈവ എന്നാണ് പറയുന്നത്, അറിയില്ല അവിടെ എന്താ പറയണമെന്ന്. ഇങ്ങനെ ഇത് സീക്രട്ട് ഇതാണ്, നമ്മുടെ ഒരു നാരാണ്. എന്നിട്ട് അത് നമ്മൾ ഈ നൂലുണ്ടല്ലോ, ഇത് നമ്മൾ 3 പ്രാവശ്യം ഇത് കൂടെ ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, 1 2 3. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എക്സ്ട്രാ ഉള്ളത് നമുക്ക് പൊട്ടിച്ച് കളയാം. ഓക്കെ, എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ കെട്ടിയിടുക. ഓക്കെ, അതായത് ഇത് നമുക്കിനി 5 ദിവസം എവിടെ വെക്കേണ്ടത്, നമ്മുടെ അമ്പലത്തിൽ. അതായത് നമ്മുടെ എല്ലാവിധ പൂജകളും
ഇതിങ്ങനെ എടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ധൻകി പോട്ട്ലി. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടത്? നമ്മൾ പൂജ ചെയ്യുന്ന ലക്ഷ്മിയുടെ മുന്നിൽ ഇത് വെക്കണം. ഇപ്പോൾ 5 ദിവസം ഇന്ന് തൊട്ടിട്ട് പൂജ തുടങ്ങും. 5 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇത് എടുത്തിട്ട് നമ്മൾ നമ്മുടെ അലമാരയുടെ ലോക്കറിൽ വെക്കണം. ഇപ്പോൾ ഓഫീസിലുള്ളവരാണ്, വീട്ടിലും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കാം. എന്നിട്ട് ഒരെണ്ണം ഓഫീസിലത്തെ ലോക്കറിലും വയ്ക്കുക, ഒരെണ്ണം നമ്മുടെ വീട്ടിലത്തെ അലമാരയുടെ ലോക്കറിലും വയ്ക്കുക. ഇത് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഒരു ദാരിദ്ര്യമോ പൈസയ്ക്ക് ഒരു കുറവോ ഒന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ പരീക്ഷിച്ച ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസിൽ പറയുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, എന്നിട്ട് എന്താണ് റിസൾട്ട് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഹാപ്പി ദീപാവലി എല്ലാവർക്കും. ഞാനിവിടെ ഇവിടെ എല്ലാ വീട്ടിലും ഭയങ്കര ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാം. ഓക്കെ, ഞാനിവിടെ ലക്ഷ്മിയുടെ അടുത്ത് തന്നെ ആ ഒരു പോട്ട്ലി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 5 ദിവസം ഇവിടെ ഭയങ്കരമായിട്ട് പൂജ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് അത് പൂജിക്കാം. ഈ ധൻകി പോട്ട്ലി നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ദീപാവലിയുടെ ദിവസം ഉണ്ടാക്കിയാലും മതി കേട്ടോ. ദീപാവലിയുടെ അന്ന് ഉണ്ടാക്കണേ. നോക്കൂ എന്ത് രസമല്ലേ ഇവിടെ. ഇത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഗലി എന്ന് പറയും. അതായത് നമ്മൾ താമസിക്കുന്ന ആ ഒരു അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളുടെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലും മുകളിൽ തൊട്ടിട്ട് താഴത്ത് വരെ ഇട്ടിട്ടുണ്ട്. ഈ ലഡിയ ഇതെന്താണ് പറയുക, ഇലക്ട്രിക്കലിൻ്റെ ബൾബുകളാണ്. എല്ലാ വീട്ടിലും ഇട്ടുണ്ടാവും. ഏതെങ്കിലും വീട്ടിലിപ്പോൾ മരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ അവരത് ഇടാതിരിക്കുള്ളൂ, അല്ലാതെ എല്ലാവരുടെ വീട്ടിലും ഇതിട്ടുണ്ടാവും. എന്ത് രസമല്ലേ കാണാൻ. ഓക്കെ, ഇനി ഒരുപാട് ദീപാവലി വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.